ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ചിങ് ആണ്. അപ്പൊ സ്വിച്ചിങ് എടുക്കണ മുന്നേ നമുക്ക് 3 വോൾട്ട് 5 വോൾട്ട് ഐ സി ഒന്ന് സെർച്ച് ചെയ്ത് പോവാം. ഇവിടെ 15 വോൾട്ടേജ് നേടിയിരിക്കുന്ന 3 വോൾട്ട് 5 വോൾട്ട് ഒന്ന് സെർച്ച് ചെയ്ത് പോവാം. ഇപ്പൊ 3 വോൾട്ട് 5 വോൾട്ടിന്റെ ഐ സി ആണ് ഈ താഴെ ഇരിക്കുന്നത്. 3 വോൾട്ട് 5 വോൾട്ടിന്റെ ഐ സി ആണ്. അപ്പൊ സ്വിച്ചിങ് എന്ന് പറഞ്ഞതിന്റെ ഒരു മീനിങ് വരുന്നത്, നമുക്ക് ഈ 3 വോൾട്ട് 5 വോൾട്ട് ഐ സി, പിന്നെ റാമിന്റെ റെഗുലേറ്റർ, പിന്നെ മറ്റുള്ള റെഗുലേറ്റർ എല്ലാം ഇത് വർക്ക് ചെയ്യുന്നത് ഓരോ കമാൻഡിനനുസരിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നത് S4 കമാൻഡ്, S3 കമാൻഡ്, ഈ രണ്ട് കമാൻഡാണ് ഔട്ട് ആകുന്നത് ചിപ്സെറ്റിന്. ഓക്കെ, അപ്പോ ഇതിൽ ഇരിക്കുന്ന വോൾട്ടേജ് ഈ ആൾവേസ് 3.3 ആൾവേസ് വോൾട്ടേജ്, ഇത് 5 വോൾട്ട് ആൾവേസ് വോൾട്ടേജ്. അപ്പൊ ഈ ആൾവേസ് എന്നുള്ള മീനിങ് തന്നെ എല്ലായ്പ്പോഴും എന്നുള്ള ഒരു മീനിങ് ആണ് കാര്യം വരിക. അപ്പോ അഡാപ്റ്റർ ഇഞ്ചക്ട് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് ഒക്കെ ജനറേറ്റ് ആയി വരും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു S4 S3 ഈ രണ്ട് കമാൻഡ് എപ്പോഴാണ് ഇഞ്ചക്ട് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഔട്ട് ആകുക എന്ന് പറഞ്ഞെങ്കിൽ പവർ ബട്ടൺ നെക്കിയതിന്റെ ശേഷം കാരണം പവർ ബട്ടൺ എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്തതിന്റെ ശേഷം വരുന്ന കമാൻഡ് ആണ് S4 S3. ഈ കമാൻഡ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വോൾട്ടേജിന്റെ ആൾവേസിനെ പിന്നെ റൺ സ്റ്റേജിക്ക് അഥവാ S3 കമാൻഡ് S0 സ്റ്റേജിലൊക്കെ എത്തിക്കുക. ഇതിന്റെ സ്റ്റേജ് മാറ്റിയിട്ട് വരുന്നതിനനുസരിച്ച് കമാൻഡിനനുസരിച്ച് സ്റ്റേജ് മാറ്റിക്കൊണ്ടേയിരിക്കും. അഥവാ ഈ വോൾട്ടേജും അതേമാതിരി അപ്പുറത്തെ സ്റ്റേജിലേക്ക് എത്തണം. ഇത് ആൾവേസിലായിരിക്കുന്നത്, ഇത് S3ന്റെ സ്റ്റേജിലേക്ക് മാറ്റും ഈ വോൾട്ടേജിനെ. അപ്പോ പവർ ബട്ടൺ നെക്കി പവർ ബട്ടൺ ഓൺ ആക്കിയതിന് ശേഷം ഈ വോൾട്ടേജ് എന്ത് ചെയ്യും, സ്റ്റേജ് ഒന്ന് മാറ്റും. സ്റ്റേജ് മാറ്റാത്ത ഈ മാറ്റാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോൾട്ടേജിനെ അപ്പുറത്തേക്ക് കടത്തി വിടുക ചെയ്യുക. അപ്പൊ ഒരു മോസ്ഫെറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ മോസ്ഫെറ്റിന്റെ ഈ വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ട് ഈ വോൾട്ടേജ് ഇപ്പുറത്തേക്ക് എത്തിക്കും. അപ്പൊ ഈ സിഗ്നൽ കൊടുക്കുന്നത് ഇവിടെ S3 എന്നൊരു സിഗ്നലാണ് കാരണം, അല്ലെങ്കിൽ S4 സിഗ്നൽ. ഓക്കെ, അപ്പൊ ആ ടൈമിൽ എന്താണ്, ഈ സിഗ്നൽ വരുന്ന സമയത്തായിരിക്കും ഈ വോൾട്ടേജ് ഇവിടെ കയറി നിൽക്കുക. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ സ്വിച്ചിങ് എന്ന് പറയുന്നത് S3 സ്വിച്ചിങ്, S4 സ്വിച്ചിങ് വോൾട്ടേജ് ഉണ്ട്. അപ്പൊ ഈ മോസ്ഫെറ്റ് സ്വിച്ചിങ്ങിനെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് പറയുന്നത് ഈ സ്വിച്ചിങ് S4 സിഗ്നൽ വരുന്ന സമയത്ത് ഈ വോൾട്ടേജിനെ അപ്പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ S4 വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വോൾട്ടേജിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഈ വോൾട്ടേജിന്റെ ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചിങ് വോൾട്ടേജ് ഇവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ S3 സ്റ്റേജ് അഥവാ S3 സ്റ്റേജിൽ വേറെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ S4 പോകാത്തതുകൊണ്ട് ഡിസ്പ്ലേ എന്ത് ചെയ്യില്ല, നോ ഡിസ്പ്ലേ ആണ് കാരണം ഉണ്ടാവുക, ഡിസ്പ്ലേ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ സ്വിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിങ്ങിന് വോൾട്ടേജ് വേണം. അപ്പൊ നമുക്ക് സ്റ്റേജ് ഇടുന്നത് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ സ്വിച്ചിങ്ങിന്റെ വോൾട്ടേജ് ആണ്. നമ്മളൊരു ക്ലാസ് എടുത്തതാണ്, എന്നാലും ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ IC TPS 51125 എന്ന് പറയുന്ന ഈ IC ഈ V ക്ലോക്ക് എന്ന് പറഞ്ഞാൽ, ഈ V ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഒരു 5 വോൾട്ടിന്റെ ഫ്രീക്വൻസി ആണ് കാരണം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ 5 വോൾട്ടിന്റെ ഫ്രീക്വൻസി നേരെ V ക്ലോക്ക് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീക്വൻസി ഇങ്ങനെയാണ് കാരണം വരുന്നത്. ഈ ഫ്രീക്വൻസി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീക്വൻസി നമ്മൾ പറയുന്നത് കപ്ലിംഗ് മോസ്ഫെറ്റ് അല്ലെ, ഈ എസിന് എന്ത് ചെയ്യും, ഇതിലൂടെ കടത്തിവിടും, ഡിസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു AC സിഗ്നല്, ഈ സിഗ്നലിൽ വരുന്ന DC, ഇതിന് DC വരാൻ പാടില്ല ഒരു കാരണത്താലും. ഇതിനെന്ത് ചെയ്യും, ഇയാള് ബ്ലോക്ക് ചെയ്യും, ഇത് ബ്ലോക്ക് ചെയ്യും. എസിന് എന്ത് ചെയ്യും, ഇതിലൂടെ കടത്തി വിടും ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എസിനെ എന്ത് ചെയ്ത് കടത്തി വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുക ചെയ്യാം. ഇവിടെ അതേമാതിരി തന്നെ എസിനെ കടത്തി വിട്ടിട്ട് ചാടിച്ചിട്ട് ഇപ്പുറത്തേക്ക് കടത്തി വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 5 വോൾട്ടേജ് ഉണ്ട്. ഈ 5 വോൾട്ട് ആൾവേസ് പുറത്തിട്ടല്ലേ, ഈ വോൾട്ടേജ് വെച്ചിട്ടാണ് ഈ ബൂസ്റ്റിംഗ് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പൊ ഇത് സർക്യൂട്ട് നമ്മൾ 5 വോൾട്ടേജ് വെച്ചിട്ട് ഇവിടെ ഈ സപ്ലൈനെ 15 വോൾട്ടേജ് ആക്കി മാറ്റാൻ പോവുക. ഓക്കെ, 5 വോൾട്ടേജ് കൊടുത്തിട്ട് 15 ആക്കാൻ പോകും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന സമയത്ത് 5 വോൾട്ടേജ് കൊടുത്തിട്ട് 15 വോൾട്ടേജ് ആക്കുക എന്ന് പറയുന്നെങ്കിൽ ഇത് ബൂസ്റ്റ് ആണ്, ബൂസ്റ്റിംഗ് ആണ് നടത്തുന്നത്. നമ്മൾ കോമൺ ആയിട്ട് റെഗുലേറ്റർ എന്നുണ്ടെങ്കിൽ ബക്ക് റെഗുലേറ്ററും പിന്നെ ബൂസ്റ്റ് റെഗുലേറ്റിംഗ് പിന്നെ LDO എന്നുള്ളത്. ഈ LDO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഡ്രോപ്പ് ഔട്ട്പുട്ട്. ഇതിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് വോൾട്ടേജും
ഫിക്സ്ഡ് ആംബിയർ ആണ് കാരണം ഉണ്ടാവുക. ബൂസ്റ്റിലും അതേമാതിരി തന്നെ ഫിക്സ്ഡ് വോൾട്ടേജും ഫിക്സ്ഡ് ആംബിയറും ഉണ്ടാവില്ല. ചെറിയ ചെറിയ വോൾട്ടേജ് വേരി ഉണ്ടാവും, നോ പ്രോബ്ലം. പക്ഷെ സർക്യൂട്ടിനെ വെച്ച് ചെറുതായിട്ട് മാറ്റം വരുന്നതാണ്. പക്ഷെ ബക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബിയർ എന്ത് ചെയ്യണം, ആംബിയർ ഫ്ലെക്സിബിൾ ആകാൻ കാരണം മാറും. കാരണം ഫ്ലെക്സിബിൾ വോൾട്ടേജ് ഫിക്സ്ഡ് ആണ് കാരണം ഉണ്ടാകും, വോൾട്ടേജ് ഫിക്സ്ഡ് ആണ് കാരണം ഉണ്ടാകും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.